അപ്പോൾ ഈ കുട്ടി ഒരു പക്ഷേ ആ കുട്ടിയെ പോലെ, അതായത് ഇപ്പോൾ എഡ്യൂക്കേഷണൽ കാര്യമാണെങ്കിൽ അങ്ങനെ ഒരു കോഴ്സ് എടുക്കാനായിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലിക്ക് പോകാനായിരിക്കില്ല ആഗ്രഹിക്കുന്നത്. പക്ഷെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും നല്ലത്. അപ്പൊ അവരത് വെച്ചിട്ട് ഇങ്ങനെ കുട്ടികളോട് പറയും അങ്ങനെ ചെയ്തൂടെ. അപ്പോ അതിന്റെ ആ ഒരു ഇതാണ് ഞാൻ കമ്പാരിസൺ എന്നതുകൊണ്ട് അത് അവർ ഫോഴ്സ് ചെയ്യപ്പെടുന്നതാണ്. ആ കുട്ടികൾ ഫോഴ്സ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അവരതിനെ എൻജോയ് ചെയ്യത്തില്ല. ആ കുട്ടികളത് എസ്പെഷ്യലി കുറെ അധിക കുട്ടികളും ഈ വിധത്തിൽ എൻജോയ് ചെയ്യപ്പെടാത്തത് കൊണ്ടിട്ടാണ് അവരുടെ പഠനത്തിലാണെങ്കിലൊക്കെ പിന്നോട്ട് പോകുന്നതിന്റെ പ്രധാന കാരണം. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അവിടെ ആ ഒരു അതെ അത് എക്സ്പ്ലോർ, ദാറ്റ് മീൻസ് ഇയാൾക്ക് എന്താ സാധിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വലിയ ചെലവുകളൊന്നുമില്ല. നല്ലൊരു കരിയർ കൺസൾട്ടന്റിനെ സമീപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ കരിയർ ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ക്യാൻ നോ ദാറ്റ് വാട്ട് ഓൾ മാച്ചസ് ഹിം ഓർ ഹെർ. സിമ്പിളാ. പക്ഷെ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അത്രമാത്രം എന്ത് ചെയ്തിട്ടില്ല, അതിലേക്ക് പോയിട്ടില്ല. നമ്മൾ ഒരു കരിയർ കൺസൾട്ടന്റിനെ കാണുക എന്ന് പറയുന്ന ഒരു കൾച്ചർ നമുക്കില്ല. എളുപ്പമല്ലേ അത്? അപ്പൊ ആ കുട്ടിക്ക് എന്താ വേണ്ടേ, അതിന് അതുവരെ അവർക്ക് അത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഈ കരിയർ കൺസൾട്ടന്റിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അത് കൺസൾട്ട് ചെയ്തിട്ട് ആ കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് കണ്ടെത്തി വേണം. അതെ, അങ്ങനെ ഒരു സപ്പോർട്ട് എന്തായാലും പാരന്റ്സിന്റെ അടുത്തുനിന്ന് ഒരു പ്രായത്തില് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതെ അങ്ങനെ ആ സപ്പോർട്ടുകളാണ് അവർക്ക് വേണ്ടത്. അത് ഈവൻ പാരന്റ്സിന് പോലും ചിലപ്പോൾ കുട്ടിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് അറിയാൻ കഴിയില്ലല്ലോ. കുട്ടിക്കും അറിയില്ലായിരിക്കാം, ഇങ്ങനെ ഒരു ഓപ്ഷൻ ആരും യൂസ് ചെയ്യുന്നില്ല. അതെ, കാര്യം ഇത് എളുപ്പം. ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും മിനിമൽ പിന്നെ പോസിബിലിറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന എന്താ, എളുപ്പമാണ്. അത്രയധികം വ്യാപകമാണ് കരിയർ കൺസൾട്ടൻസി ഒക്കെ അല്ലേ. ഏറ്റവും നല്ല കൺസൾട്ടൻസിയെ കണ്ടെത്തിയിട്ട് ആ കൺസൾട്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് കൊച്ചിൻ്റെ സ്കിൽസ് അസസ് ചെയ്യുക. അസസ്മെന്റ് അനുസരിച്ചിട്ട് ഏത് കോഴ്സാണ് പറ്റുന്നത് നോക്കുക. അത് ആ കുട്ടിയുടെ മൈൻഡ് അതിനോട് എത്രമാത്രം കണക്റ്റഡ് ആണ്, ഓക്കെ ആണോ എന്ന് നോക്കുക. ദെൻ ഓക്കെ വിത്ത് ദാറ്റ്, ദേ ക്യാൻ ഗോ വിത്ത് ദാറ്റ്. അപ്പോൾ അത് ഓക്കെ ആണ്. പക്ഷെ ഈ ഒരു സ്ട്രാറ്റജി നടക്കുന്നില്ല. പകരം ഹസി സൂചിപ്പിച്ച പോലെ ദേ ആർ ജസ്റ്റ് ബീങ് ഫോഴ്സ്ഡ് ടു ഡു സംതിങ്. അപ്പോൾ ഡ്രോപ്പ് ഔട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇടക്ക് കോഴ്സുകൾ ഇട്ടിട്ട് പോകും. പല കോഴ്സുകൾ ഇടക്ക് വേണ്ടെന്ന് വെക്കപ്പെടുമ്പോൾ പാരൻസിന് അതിൻ്റെ നിരാശകൾ ഈ കൊച്ചിനോട് ഉണ്ടാവും. അങ്ങനെ ഇവർ തമ്മിൽ കാര്യമായ ഉന്തും തള്ളും പ്രശ്നങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കും. ഈവൻ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ചിലപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാത്തതും ആകാം. അങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും. അപ്പോഴും ചിലപ്പോൾ പാരന്റ് മനസ്സിലാക്കുന്നത് പിന്നെ എന്താ പറയുക, അങ്ങനെ തന്നെ ആയിരിക്കും, അതിനെതിരായിരിക്കും. നീ ജോലിക്ക് പോകുന്നില്ല, ഒരു കോഴ്സ് കഴിഞ്ഞാണല്ലോ, ലൈക്ക് അങ്ങനെയും ആകാം. ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം നമുക്ക് ഒരു 5 വയസ്സോ മുതൽ തന്നെ 5 മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള സമയം ഒരു കുട്ടിയുടെ പോസിബിലിറ്റീസിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലോറേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ എക്സാം വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള എക്സാമുകളൊന്നും പബ്ലിക് ആക്കാത്തതിൻ്റെ പ്രധാന കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ. കാര്യം അവിടെ കോമ്പറ്റീഷൻസ് വേണ്ട. അതിനേക്കാൾ ഉപരി ആ കുട്ടിയുടെ എക്സ്പ്ലോറേഷനിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എക്സ്പ്ലോർ ചെയ്ത് ഒടുവിലൊരു അഡോളസൻ്റ് ഏജൊക്കെ എത്തുമ്പോഴേക്കും ഈ കുട്ടിയിൽ തന്നെ ഒരു റിയാലിറ്റി, ഒരു റിയലൈസേഷൻ സംഭവിക്കണം. ഞാനിതാണ് എന്ന്. സ്വാഭാവികമായിട്ടും അതാണ് ഏറ്റവും നല്ല നാച്ചുറൽ സെലക്ഷൻ. അവർ പറയുന്നു എനിക്കിതാണ് വേണ്ടത്, അല്ലെങ്കിൽ പാരന്റ് പറയുന്നു അവൻ ഇത് തന്നെയാണ് ചേരുക എന്ന്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് 2 പേർക്കും അറിയില്ല. ഓരോ ഘട്ടം കഴിയുമ്പോഴായിരിക്കും അടുത്ത ഘട്ടത്തെ കുറിച്ചിട്ട്, ഇല്ലേ? ശരിയല്ലേ? ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ചില കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അവനവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. എല്ലാ കുട്ടികൾക്കും ആ കഴിവ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ അവർ ഒന്ന് ആഗ്രഹിക്കും, അടുത്ത ഘട്ടത്തിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ജോബായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കരിയർ കൺസൾട്ടൻസി തന്നെയാണ് ഉപകാരപ്പെടും. ആ കാര്യം അതെങ്കിലും മിനിമം കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.